ഞാൻ പറഞ്ഞു വിളിച്ചാൽ നാളെ ദിവസങ്ങൾക്ക് അഭിപ്രായം പറയട്ടെ, അനുകൂല അഭിപ്രായം പറയാം. അതുകൊണ്ട് ഒന്നിച്ചാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ ആളുകൾ എന്നോ പറഞ്ഞു എതിർക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ വന്നാൽ എതിർക്കും, അതുകൊണ്ട് ഞാൻ വരാതിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വിളിച്ചാൽ വരണം. പിറ്റേ ഞായറാഴ്ച വരാത്തൊരു പള്ളി വരാൻ എനിക്ക് പറയാമെങ്കിൽ വിളിച്ചാൽ വന്നു അഭിപ്രായം പറയട്ടെ, എന്നാ ഞാൻ വന്ന് വരെ ചായച്ചിരുന്നോളാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഉണ്ണിച്ചാനും തങ്കച്ചാനും കൂടെ എടുത്ത തീരുമാനമാകുന്നു. അന്നത്തെ ഇടവസംഘം പൈനാമൻ ഭാഷണയിലെ പൈനാമൻ ഇടവയ്ക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനമെടുക്കി. പിന്നീട് അതിനുശേഷം ഇടവ് ജനങ്ങളൊക്കെ അതുകൊണ്ട് ഇപ്പം പറയുന്ന അവസരമില്ലല്ലോ, ഞാൻ അനുവദിച്ച വേദന എനിക്ക് വന്നിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ തീരുമാനം ഒന്ന് പാസ്സാക്കി ആ തീരുമാനത്തിന്റെ ബേസിലാകുന്നു 120 ദിവസം കൊണ്ട് ഇന്നത്തെ ഭാഷയിൽ പണിയെടുക്കാനായി സാധിച്ചത്. 120 ദിവസം എടുത്തു. ആ 120 ദിവസം കൊണ്ട് ഈ ഭാഷയിൽ പണി തീർക്കാൻ ഇടയായപ്പോഴും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇടവസംഘത്തിലും ഇതിന്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞാൻ അച്ഛനായി വികാരിയായി ചേർന്നപ്പോൾ എന്നോട് ചേർന്ന് എനിക്ക് ഈ സഭയുടെ വളർച്ചയ്ക്ക് ഇടവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയതായിട്ടുള്ള പിന്തുണ നൽകിയതായിട്ടുള്ള ഒരു മാന്യനായ മനുഷ്യനാകുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് വരാൻ പല സാഹചര്യ തടസ്സങ്ങളുണ്ടെങ്കിലും ഇത് വന്ന് നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹിക്കുന്നു. വേറെ കിട്ടുമ്പോഴല്ല പറയാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഇന്ന് പ്രാർത്ഥനയിൽ കയറിയിരിക്കുന്ന ആളുകൾ ഓർക്കണം അന്ന് എന്തോ ആയിരുന്നു മനോഭാവമെന്ന്. അതുകൊണ്ട് 120 ദിവസങ്ങൾ പണിയുവാനായി സാധിച്ച സന്തോഷം ചെയ്യും. മരിച്ചുപോയതായ പൂനാഴ്ചയിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന് ചുരുങ്ങിയ പിറ്റേ ദിവസം രാവിലെ ആകുന്നു ശവസനം മടങ്ങി മരിച്ചുപോയി. അനേകരുടെ കഷ്ടപ്പാട് യാഗമായ സേവനം അതിന്റെ ഫലമായി ഇന്ന് ഭാഷയിൽ ഉണ്ടായിരിക്കുന്നു. ആത്മാർത്ഥമായ സ്നേഹവും അച്ഛന്മാർ പറയുന്ന അംഗീകരിക്കുകയും പിന്നെ മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും അതൊക്കെ ശ്രമിച്ച് സഹിച്ച് ഒരുമിച്ച് നിന്നതിന്റെ ഫലമായിട്ടാകുന്നു ഇന്ന് വിജയകരമായ ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ കൂടി ഇടവയ്ക്ക് ദേശത്തിന് കുടുംബത്തിന് ലഭിച്ച നന്മകൾ ദൈവത്തിന്റെ ദാനമാകുന്നത് മനസ്സിലാക്കി നമ്മളെക്കുറിച്ച് മരിക്കുമ്പോൾ സഭയെ സ്നേഹിക്കുന്നവരാകുന്നു, ഇടവയെ സ്നേഹിക്കുന്നവരാകുന്നു, പട്ടക്കാരെ സ്നേഹിക്കുന്നവരാകുന്നു മറ്റുള്ളവർ പറയുവാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ളവർ മരണാനന്തര ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നാം എങ്ങനെ സ്നേഹമായിട്ട് ഇടപെടുന്നു. സഭയുടെ സഭകളിലുള്ള 2-3 പെൺകുഞ്ഞുങ്ങൾ പരിവാഹ സംബന്ധമായ കാര്യങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിലും വേണ്ട രീതിയിൽ ഉത്തരവാദിത്തത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന് എന്റെ 4 വർഷത്തെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അച്ഛനും പിന്നീട് മനസ്സിലാക്കിയിട്ടുള്ള ആളുമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും വേർപാട് ദുഃഖിക്കുന്നവർക്ക് ആവശ്യമായ സമാധാനം ദൈവം നൽകുകയും പിതാവിന്റെ നല്ല സ്വഭാവം മനസ്സിലാക്കി നല്ല പ്രവൃത്തി മനസ്സിലാക്കി മക്കൾ അത് പിന്തുടരുകയും ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായി ദേശത്തെ ഇടവിൽ പ്രവർത്തിച്ച് കർത്താവിന്റെ വലിയ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഇവിടെ ദാസിക്ക് ആവശ്യമായ ദൈവം പ്രത്യാശയും നീങ്ങി നോക്കട്ടെ. ഞാൻ ഇവരുടെ മുൻവികാരി എന്നതിലുള്ള അനുശോചനം അറിയിക്കുന്നതോടൊപ്പം തന്നെ എന്റെ കുടുംബത്തിലെ എന്റെ കുഞ്ഞുങ്ങളെ വിനോദം അറിഞ്ഞപ്പോൾ വിളിച്ച് പറഞ്ഞു സന്തോഷത്താനോട് അവന്റെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞു. എന്റെ കുടുംബത്തിന്റെ വീടുള്ള അനുശോചനം അറിയിക്കില്ല. ഞാൻ എന്റെ പാർട്ടറിനെ തീർച്ചയായിട്ടും ഇപ്പോഴും തീർച്ചയായിട്ടിരിക്കുന്നുണ്ട്. എന്റെ ആത്മാർത്ഥമായ സഹകരണം എന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് തങ്കച്ചാനോടും തങ്കച്ചാന്റെ കുടുംബത്തിനോടും ഈ ഇടവയുടെ നാമത്തിൽ എന്റെ കൃത്യമായ സ്വാഗതം നൽകുന്നു. തങ്കച്ചാന്റെ ദേവയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ അനുശോചനം അറിയിക്കുകയും സുവിശേഷ സേവികാ സംഘത്തിന്റെ നാമത്തിലുള്ള ആദരാജ്ഞകൾ അർപ്പിക്കുകയും ചെയ്തു. ദിവസം തോന്നി ഓർക്കുന്ന മനുഷ്യനാണ്. ഈ അടുത്ത സമയത്ത് തന്നെ പെട്ടെന്ന് ഈ ലോകത്തോടെ യാത്ര തുടങ്ങിയ പലരുടെയും ശവസംസ്കാരത്തെ സംബന്ധിക്കാനിടയായ സമയത്ത് ഞങ്ങള് 2 പേരും ഒരു മീറ്റിംഗ് പ്രസംഗിച്ചു. 50 വർഷം പൂർത്തീകരിച്ച വാർഷികം കൊണ്ടാടുന്ന ഒരു കുടുംബത്തിനൊരാൾ തിരുവല്ലയിലെ സ്റ്റേഷൻ മാസ്റ്റേഴ്സായിരുന്നു. അദ്ദേഹത്തിന്റെ കസിൻ അദ്ദേഹത്തിന്റെ കൂടെ അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. എന്റെ മൂത്ത കസിന് ആശംസകൾ നേർന്നിട്ട് വന്ന് നീ അനുഭവിച്ചാൽ എനിക്കിനി 25 വർഷം കൊണ്ട് ആയുസാണ്. ഇതാന്റെ അടുത്ത 25 വർഷം കൊണ്ട് കഴിയുമ്പോൾ ഞാൻ ആശംസ പറയാൻ വരുമെന്ന് പറഞ്ഞു. അന്ന് പോകുന്ന വഴിക്ക് വണ്ടിയിൽ വെച്ച് എന്നെ മയങ്ങി അദ്ദേഹം നിര്യാതനായി. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് ഈ രാവിലെ സമയത്ത് വളരെ വേഗത്തിൽ നിര്യാതയായി ഇപ്പോൾ മോശമില്ലാണ്. നമ്മുടെ മുന്നിൽ ആളുകൾ മരിച്ചു വീഴുന്നു, പുറകിൽ മരിച്ചു വീഴുന്നു, അടുത്ത വശത്ത് മരിച്ചു വീഴുന്നു, വലത്ത് വശത്ത് മരിച്ചു വീഴുന്നു. ഞാൻ മാത്രം
എനിക്ക് മാത്രം ഇപ്പോൾ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള മനുഷ്യന്റെ ചിന്തയാണ് അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതം. എനിക്ക് നിങ്ങൾക്കും ആയുസിന്റെ അവസരങ്ങൾ ദൈവം ദാനം ചെയ്യുന്നു. ഇനി എത്ര നാളുള്ളതെന്ന് നമുക്ക് നിശ്ചയമില്ല. തരുന്ന ഓരോ നാളും ദൈവത്തിന്റെ ദാനമാണ് എന്ന് വിശ്വസിക്കാനും ഇവിടുന്ന് ഏത് സമയത്ത് നമ്മൾ മാറിയാൽ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് മാറുന്നതെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മളുടെ തലമുറയ്ക്ക് നമ്മളെ കാണുന്നവർക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് മാറിപ്പോയി എന്ന് പറയത്തക്ക വേണം വിശ്വാസം കാത്തു സൂക്ഷിച്ച് അത് തലമുറയ്ക്കും മറ്റുള്ളവർക്കും പങ്കിട്ട് കടന്നു പോകാൻ ഇടയാകുന്നതാണ് അതിനെ സഹായിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ പട്ടക്കാരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ഇടവകയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വ്യക്തി താല്പര്യങ്ങളൊക്കെ വിട്ട് സഭയെയും ദൈവത്തെയും സ്നേഹിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചക്കാരനായി എന്നോടൊപ്പം ഇവിടെ പ്രവർത്തിച്ച അംഗച്ചൻ നമ്മളെ വിട്ട് കടന്നുപോയെങ്കിലും നമ്മൾ കേട്ടതുപോലെ നല്ല മാതൃകകളൊക്കെ കാഴ്ചവെച്ച് ദൈവമക്കളെ സ്നേഹിച്ച് സഭയെ സ്നേഹിച്ച് നല്ല ശുശ്രൂഷകൾ ചെയ്യാമെന്നൊക്കെ അർപ്പിച്ചു കാണുന്നതാകണം നാം അവനോട് സദൃശരാകും. മരണം എന്താണെന്ന് നമുക്ക് നിശ്ചയില്ല. എന്നാൽ കർത്താവ് ഇനിയും വരുമ്പോൾ സദൃശരായി തീരുമെന്നാണ് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്. അവസരമായി തീരട്ടെ. ഞങ്ങളെ ഓരോരുത്തരെ മനസ്സിലാക്കി തരികയും കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്ത അച്ഛന്റെ ഈ വിയോഗത്തിൽ കുടുംബത്തിലുള്ള ദുഃഖത്തോട് സത്യാംഗങ്ങൾ ഓരോരുത്തരുമായി പങ്കുചേരുകയും ഇമ്മാനുവൽ മാർത്തോമാ യൂനിവേഴ്സിറ്റിയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഡീപിരിപ്പച്ചനും യേശുച്ചനും അർപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ഡീപിരിപ്പച്ചൻ ഇവിടെ നിന്ന് 1979 തന്റെ ബിസിനസ് രംഗത്തായിരിക്കുമ്പോൾ തന്നെയും ഒരുമിച്ച് കൂടി വന്ന കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് നല്ല നേതൃത്വം നൽകിയിരുന്നതായ പ്രിയപ്പെട്ട അംഗച്ചന്റെ വേർപാട് ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് കർത്താവ് ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാ നിലയിലും സ്നേഹിച്ച് സൽക്കരിച്ച് ഞങ്ങൾക്ക് വേണ്ട കൈത്താങ്ങൽ തന്നത് വീണ്ടും ഒരിക്കൽ കൂടെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അവൻ ആഗ്രഹിച്ച തുറമുഖത്ത് അവനെ എത്തിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷത്തിന് വകു തരുന്നതാണ്. കർത്താവിന്റെ പ്രത്യാശയുടെ നാളെ നാം ഈ ശവസംസ്കാര ശുശ്രൂഷ അവസാന ഭാഗത്ത് കല്ലറയ്ക്കൽ ചെന്ന് കഴിയുമ്പോൾ മുഖം മൂടി കഴിയുമ്പോൾ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ. പിന്നീടുള്ളതാണ് ഒരു ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തികഞ്ഞ യാഥാർത്ഥ്യം. ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. ഒടുവിലത്തെ നാളിനെ കുറിച്ചുള്ള പ്രത്യാശ, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ, നിത്യജീവന്റെ അനുഭവം പ്രാപിക്കുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയോടുകൂടെ പ്രിയ തങ്കച്ചനെ നമുക്ക് യാത്രയയക്കാം. കർത്താവിന്റെ പുനരാഗമനത്തിൽ അവനെയും കാണാമെന്നുള്ള പ്രത്യാശ നമ്മെയും ഉള്ളവരായി ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജലപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവെ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തി എന്നെ ഇല്ലാതെയാക്കി നിന്റെ കൃപയാൽ ആദാമിനെ അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപ്പെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്തും നിന്റെ കണ്ണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വധിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നേൽക്കുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിരിക്കുകയും ഓരോരുത്തരും യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ദൈവമേ, സ്തുതി സ്തോത്രം നിനയ്ക്കുന്നു പാടുകയും
ചെയ്യുമാറാകണമേ. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്ങൾ മേലുള്ള ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപാടിങ്ങൾ മാലാഖമാർ വിശ്രമിക്കുകയും ചെയ്തുകൊണ്ടുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവൃക്ഷത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന വിശ്വാ തമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ഓ നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തി ജ്ഞാനമാകുന്ന വിശ്വാസംബരനെ നീ സാര സൃഷ്ടിയുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ പ്രാശിക്കുന്ന സാക്ഷാൽ പ്രകാരമില്ലായിരുന്നു നീ ഞങ്ങളിലേക്ക് വരുത്തി ദൈവികമായ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്ന അകൽക്കസാര വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങളുടെ ഉയർത്തിനാൽ മതത്തിന്റെ അധികാരത്തെ നീ വായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ള അനുഗ്രഹം നിറഞ്ഞിരിക്കുന്നതായ ചുരുങ്ങിയാശിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകാരായ ഞങ്ങളെ വിനയത്തെ തുറന്നുറങ്ങി ആത്മാവോടുകൂടെ കഴിക്കണം. ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. നിന്റെ വിശുദ്ധതയാണെങ്കിൽ ഇവൻ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിമർശിക്കുകയും നിന്റെ തിരുസന്നിധിയിലെ നിത്യ സന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും ഭക്തി ആശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, സമയത്തെ വിളിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാലകളുടെ വഴികളിലും വിശുദ്ധ പാതകളും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ജലമെങ്കിൽ ഞങ്ങളെ മറിച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്തതുമായ സന്തോഷവാസത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോട് നിന്നെ എതിരേൽപ്പാനും ആദ്യമില്ലാത്ത രാജ്യത്തിൽ നീതിക്കരോടും വിശുദ്ധരോടും തന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനൊന്നൊഴികെ പരരില്ലെങ്ങോമേ. ഒറ്റവരെയോ ഉണർവറ്റവരെയോ മറ്റുള്ളവരെയും ഓടിക്കൊള്ളുന്നവൻ പാപികളെ തേടി നടന്നു. ആടലോഴി യാതരവാൻ പാടെ ചേർന്നിടുവേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് മേലുള്ളവർക്കും അകാലത്തിന് താഴെയുള്ളവർക്കും ഖബറുകളിൽ മരിച്ചവർക്കും ഇവിടെ വഴിയുള്ള ദുഃഖവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവെ, നിന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു നിന്റെ അടിയാറായ ഞങ്ങൾക്ക് ഉയർത്തുനിൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാവലിക്കാരും പാപം ചെയ്തതിനാൽ ഞങ്ങളെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിധിയേ. പാപം ചെയ്തതിനാൽ കുറവുള്ളവരായി
ഞങ്ങൾ അറിവ് നിറഞ്ഞോനേ ദയവേറുന്നു നീ നിന്നനുഗ്രഹത്തിനായി കാത്തിടുന്നെങ്ങൾ കൃപ തോന്നിയിടണമേ ഒരിക്കൽ നേരത്ത് ഒരുങ്ങിയിരിക്കുന്നു ആനന്ദിച്ചിടും മഹത്വം നാഥനും ബഹുമതിനാഥനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂപായും ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ ഈ ആശ്രയിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നതും കേട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവൻ അവകാശിയാകും എന്നുള്ള പ്രത്യാശമേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വന്നേലാത്തെ പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുവേനെന്ന സന്തോഷ ശബ്ദം കേൾക്കാൻ ഞങ്ങളെല്ലാവരും യോഗ്യതകളായി തീരുമാനമാകണമേ. ആയിപ്പോഴും എല്ലായ്പ്പോഴും ാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നിന്റെ സ്നേഹം തീരാത്രേ നീ ഞങ്ങളെ ജീവിപ്പിച്ചാൽ ഞങ്ങൾ നാശം കാണുകയില്ല. ഓരോരുത്തർ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കും തക്കവണ്ണ എല്ലാവരും പ്രതിഫലം നൽകും നാഥന്. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജാരാജൻ തിരുസന്നിധോ നിന്നിടുന്നു. ദൈവത്തിനു മഹത്വവും തൻസുതേന പരിശുദ്ധരും സ്തുതിയും ദിവസം വൈകുള്ള ദിവസമാകുന്നു. അത് വിരച്ചിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസമല്ല മനുഷ്യനൊരു പാനീയമാകുന്നു. എന്നാൽ ദൈവനായത്തിനായാൽ അധികം വൈകും സങ്കടമുള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിത സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാവരും അവനവന് മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നതിനായുമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കഴിയുന്നത് യുക്തമാകുന്നു. കർത്താവേ, മരിച്ചവർ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവരുടെ ആദ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. ന്യായം വിട്ട് അകന്ന് നീതിയോടടുക്കുവാൻ ആഗ്രഹിക്കുന്നവന് മരണം പ്രസംഗകനും ഉപദേഷ്ടാവുകളോടും പ്രസംഗിക്കുകയും മരണം എല്ലാ ഗോത്രങ്ങളോടും ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിന്റെ മുഖത്തിൽ നിന്ന് വിട്ടുപോകുന്നവൻ ഒരുത്തനുമില്ല, അതിന്റെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവനുമില്ല. എന്തെന്നാൽ അത് സർവ്വസംഘങ്ങളെയും ഒരുപോലെ ബന്ധിച്ച് ശവക്കുഴിയിൽ അയക്കുന്നു. ആദാം തന്റെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിന്റെ കാസായത്ര കൈപ്പുള്ളതാകുന്നു. ആദാം അവന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ്ലീഹ പറയുന്നതിനെ കേൾക്കുകയും ഭാഗ്യവാനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരന്മാരെ,
നിദ്രയുള്ളതിനെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെൽക്കുകയും ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവവും യേശു നിദ്രയുള്ളവരെ അങ്ങനെ തന്നെ ഞങ്ങളോട് വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്രയുള്ളവരെ മുൻപില്ല എന്നുള്ളതിനെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുണ്ടെന്നാൽ കർത്താവ് താൻ കൽപ്പനയോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മശിഹായിൽ മരിച്ചവർ മുമ്പേ വരുത്തുകയും ചെയ്യും. അപ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കണ്ട് അന്യോന്യം ആശ്രയിക്കുന്നവരായിരിക്കും. ബാലകമാർ അടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ ശിശുവാണ് വിശുദ്ധ ദൈവത്തിന്റെ അറിയിപ്പിനെ